ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറച്ച് ദിവസമായി നമ്മൾ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായി. തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടായത്. തൊണ്ടയൊക്കെ നല്ല വേദനയായതുകൊണ്ട് സൗണ്ട് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലങ്ങളൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല, ഒരുവിധം റിക്കവറി ആയി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തമ്പനയില് പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ചെറിയൊരു മാറ്റം വന്നതായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. അപ്പൊ അതുമായിട്ട് ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ സബ് കൗണ്ട് കാണിക്കുന്നില്ല, ക്രൈറ്റീരിയ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, ഇക്കൊന്ന് നോക്കുവോ, വൈറ്റ് സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ കാണിക്കുന്നു. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം കേട്ടോ. വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്കാണ് ഈ ഒരു ഡൗട്ട്. വൈറ്റ് സ്റ്റുഡിയോ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഏൺ എന്നുള്ള ഓപ്ഷന്റെ ഏറ്റവും കോർണറിൽ ഡോളറിന്റെ ചിഹ്നം ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിലിറ്റി എന്നുള്ളതിൽ കണ്ടോ 3000 അവേഴ്സ്, 3000 പബ്ലിക് വാച്ച് അവർ അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് എന്നാണ് കാണിക്കുന്നത്. അതിന്റെ താഴെ തന്നെ കുറച്ചും കൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന 4000 അവേഴ്സ് 10 മില്യൺ വ്യൂസ്. ഓക്കെ, അതായത് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് ഇത്തരത്തിൽ കാണിക്കുന്നുള്ളൂ. ഇവിടെ സബ് കൗണ്ട് ഒന്നും കാണിക്കുന്നില്ല, സബ്സ്ക്രൈബ്സ് വേണം എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പേജിൽ ഇത്തരത്തിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതാണോ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പൊ ഈ ക്രൈറ്റീരിയയിൽ ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇതല്ല, അതായത് ഇത് ക്രൈറ്റീരിയയുടെ ഒരു ഭാഗമാണെങ്കിലും 1000 സബ് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കണം. 500 സബും 3000 വാച്ച് അവറും അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ ആണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനേ കിട്ടുള്ളൂ. അതല്ലാണ്ട് നമുക്ക് 4000 വാച്ച് അവർ ഉണ്ടായിരിക്കണം, 1000 സബ്സ്ക്രൈബറും അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, 90 ഡേയ്സിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അത് ഫുൾ മോണിറ്റൈസേഷൻ ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ക്രൈറ്റീരിയ കേട്ടോ. ഇത് ഇത്തരത്തിൽ ഈ പേജിൽ ഇനി അപ്ഡേഷൻ വരാനുണ്ട്. ഈ വൈറ്റ് സ്റ്റുഡിയോയിലുള്ള ഇത്തരത്തിലുള്ള പേജ് നോക്കിയിട്ട് വിലയിരുത്താതെ ക്രോമിലൂടെ പോയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏൺ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ക്രൈറ്റീരിയ വ്യക്തമായി കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നാണ്. ഇത്തരത്തിലുള്ള ഡൗട്ടൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ദൂരീകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.